ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരുടെ കർമ്മങ്ങളെ അവരുടെ സ്വാഭാവിക ഗുണങ്ങൾക്കനുസരിച്ച് വേർതിരിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത്. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ അർപ്പണഭാവത്തോടെ നിർവഹിച്ചാൽ ഉള്ളിലെ വാസനകൾ ചുരുങ്ങിവരും. അപ്പോൾ മനസ്സിനെ പരമാത്മാവിൽ ഏകാഗ്രമാക്കാനും ധ്യാനിക്കാനും സാധിക്കും. സ്വകർമ്മം ചെയ്തുകൊണ്ട് സിദ്ധി നേടാം എന്ന് പറയുന്നു 45-ാമത്തെ ശ്ലോകത്തിൽ. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വേ സ്വേ സ്വന്തം, സ്വന്തമായ, അവനവന് ഉള്ളതായ, കർമ്മണി കർമ്മത്തിൽ, അഭിരതഃ തൽപരനായ, നരഃ മനുഷ്യൻ, സംസിദ്ധിം യോഗ്യതയെ പരമപദപ്രാപ്തിയെ, ലഭതേ ലഭിക്കുന്നു, സ്വകർമ്മനിരതഃ സ്വകർമ്മത്തിൽ തൽപരൻ ആയവൻ, യഥാ യാതൊരു പ്രകാരം, എങ്ങനെ, സിദ്ധിം പരമപദത്തെ, വിന്ദതി നേടുമോ, തത് ശൃണു അതിനെ നീ കേട്ടാലും. അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കർത്തവ്യമായി വന്നു ചേർന്നിട്ടുള്ള കർമ്മത്തിൽ നിഷ്ഠയുള്ള മനുഷ്യൻ സിദ്ധി നേടുന്നു. സ്വകർമ്മനിരതൻ എങ്ങനെയാണ് സിദ്ധി നേടുന്നതെന്ന് കേട്ടോളൂ. 4 വർണ്ണങ്ങളിൽ ഉള്ളവർക്കും 4 തരം കർമ്മങ്ങളാണ് ഉള്ളത്. അവനവന് വിധിച്ചതായ കർമ്മങ്ങളെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുക. അതുതന്നെയാണ് മുക്തിക്കുള്ള മാർഗം. സ്വന്തം വാസനയ്ക്കനുസരിച്ച് അർപ്പണഭാവത്തോടെ കർമ്മം ചെയ്യുന്നവനിൽ നിന്നും അഹന്തയും സ്വാർത്ഥകാമനകളും ഇല്ലാതെയാകും. ഈശ്വരാരാധന എന്ന നിലയിൽ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അർപ്പണഭാവമാണ് ആത്മവികാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. സ്വകർമ്മത്തിൽ നിരതനായവൻ ഏത് പ്രകാരത്തിലാണ് പരമസിദ്ധിയെ പ്രാപിക്കുന്നതെന്ന് പറയുന്നു 46-ാമത്തെ ശ്ലോകത്തിൽ. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ യാതൊന്നിൽ നിന്ന്, ഭൂതാനാം ഭൂതങ്ങളുടെ, പ്രവൃത്തി കർമ്മം ഉണ്ടാകുന്നുവോ, ഏന യാതൊന്നിനാൽ, ഇതം സർവം ഇതെല്ലാം, തദം വ്യാപ്തമായിരിക്കുന്നുവോ, തം അതിനെ പരമാത്മാവിനെ, മാനവഃ മനുഷ്യൻ, സ്വകർമ്മണ സ്വന്തകർമ്മം കൊണ്ട്, അഭ്യർച്ച്യ പൂജിച്ച്, സിദ്ധിം വിന്ദതി സിദ്ധിയെ പ്രാപിക്കുന്നു. ആരിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉണ്ടായി വരുന്നത്, ആര് ഈ ലോകത്തെ മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നുവോ, ആ പരമാത്മാവിനെ മനുഷ്യൻ സ്വകർമ്മം കൊണ്ട് അർച്ചിച്ച് സിദ്ധി നേടുന്നു. സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി പരമാത്മാവിൽ നിന്നാണ്. അതുതന്നെയാണ് സകല ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും. ആ പരമാത്മാവിൻ്റെ സാക്ഷിത്വത്തിലാണ് സകല വ്യാപാരങ്ങളും ഇവിടെ നടക്കുന്നതും. ശരീരമനോബുദ്ധികളെ സചേതനമാക്കുന്ന ആ ശുദ്ധ ചൈതന്യത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് സ്വകർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ആ കർമ്മം തന്നെ ഈശ്വരാരാധനയായി മാറും. അതിലൂടെ നമ്മുടെ അന്ധകരണം ശുദ്ധമാവുന്നു. എല്ലാ കർമ്മങ്ങളും ശാന്തിയും ചൈതന്യവും നിറഞ്ഞതായി മാറുകയും ചെയ്യും. അങ്ങനെ ആധ്യാത്മിക മാർഗത്തിൽ പുരോഗമിക്കാനും സാധിക്കും. സ്വന്തം ഗുണത്തിന് അനുരൂപമായ കർമ്മം അനുഷ്ഠിക്കുന്നതാണ് മുഖ്യധർമ്മം എന്ന് ഉപദേശിക്കുന്ന ശ്ലോകമാണ് അടുത്തത് 47-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. സ്വനുഷ്ഠിതാത് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട, പരധർമാത് അന്യധർമ്മത്തേക്കാൾ, വിഗുണഃ ഗുണഹീനമായാലും, സ്വധർമ്മഃ സ്വധർമ്മം അതായത് തനിക്ക് വിധിച്ച ധർമ്മം, ശ്രേയാൻ ശ്രേഷ്ഠമാണ്, സ്വഭാവനിയതം സ്വഭാവം കൊണ്ട് ക്ലിപ്തപ്പെടുത്തിയ, കർമ്മ കർമ്മത്തെ, കുർവൻ ചെയ്യുന്നവൻ, കിൽബിഷം പാപത്തെ, ന ആപ്നോതി പ്രാപിക്കുന്നില്ല.
പരധർമ്മം നന്നായി ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്വധർമ്മം ചെയ്യലാണ്. അതിന് ഗുണം കുറവാണെങ്കിൽ കൂടി അതുതന്നെയാണ് ശ്രേഷ്ഠം. സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള കർത്തവ്യ കർമ്മത്തെ ചെയ്യുന്നവന് പാപം ഏൽക്കുന്നതേയില്ല. സ്വന്തം വാസനയ്ക്കനുസരിച്ച് കർമ്മം ചെയ്യുന്നതാണ് ശ്രേയസ്കരം എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിലവിലുള്ള വാസനയെ ക്ഷയിപ്പിക്കും. സ്വന്തം വാസനകൾക്ക് യോജിക്കാത്ത കർമ്മങ്ങൾ ചെയ്താൽ അതിൽ നിന്നും വീണ്ടും വീണ്ടും പുതിയ വാസനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരധർമ്മത്തേക്കാൾ സ്വധർമ്മം ആചരിക്കുന്നതാണ് നല്ലത്. സ്വധർമ്മം എത്ര മോശമായാലും അതുമൂലം അവന് പാപമേൽക്കുകയില്ല എന്നും പറയുന്നു. എങ്ങനെയെന്നാൽ സർപ്പത്തിൻ്റെ വിഷം ഒരിക്കലും സർപ്പത്തെ കൊല്ലുകയില്ല. ഈ ലോകത്ത് ഓരോരുത്തർക്കും നിശ്ചിതമായ ഒരു സ്ഥാനമുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തതായ വിശേഷ ഗുണങ്ങളും ഉണ്ടായിരിക്കും. നല്ലതും ചീത്തയും എന്ന് നമുക്ക് തോന്നുന്നതെല്ലാം ഈശ്വരൻ്റെ വിഭൂതികൾ തന്നെയാണ്. കൗരവന്മാരുടെ തിന്മയാണ് പാണ്ഡവരുടെ നന്മയ്ക്ക് മാറ്റുകൂട്ടുന്നത്. എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവയുമാണ്. സ്വധർമ്മം ദോഷമുള്ളതാണെന്ന് കണ്ടാലും അത് തന്നെ ചെയ്യണമോ എന്ന ശങ്കയ്ക്ക് ഭഗവാൻ തരുന്ന ഉത്തരമാണ് 48ാമത്തെ ശ്ലോകം. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. കൗന്ദേയ, ഹേ കുന്തിപുത്ര അർജുന, സഹജം സഹജമായ അവനവൻ്റെ ഗുണത്തിന് അനുരൂപമായ കർമ്മത്തെ സദോഷം അപി ദോഷത്തോടു കൂടിയതാണെങ്കിലും ന ത്യജേത് ത്യജിക്കരുത്. ഹി എന്തുകൊണ്ടെന്നാൽ സർവാരംഭാഹ എല്ലാ കർമ്മങ്ങളും ധൂമേന പുകയാൽ അഗ്നിഹി ഇവ അഗ്നി എന്ന പോലെ ദോഷേണ ആവൃതാഹ ദോഷത്താൽ മൂടപ്പെട്ടവയാണ്. അർജുന, സ്വസംസ്കാരത്തിന് അനുയോജ്യമായ അവശ്യം ചെയ്യേണ്ടതായ കർത്തവ്യകർമ്മം അഥവാ സ്വധർമ്മം ദോഷമുള്ളതാണെങ്കിൽ പോലും ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ സർവകർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന പോലെ ദോഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏതൊരു കർമ്മത്തിനും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദോഷമുണ്ടായിരിക്കും. അഗ്നിയെ പുക മറയ്ക്കുന്നത് പോലെ കർമ്മങ്ങളെ ദോഷങ്ങൾ മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ദോഷശങ്ക മൂലം സ്വന്തം കർമ്മം ഉപേക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല. സഹജം എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ജന്മനാ ഉള്ളത്, ജനിക്കുമ്പോൾ കൂടെ കൊണ്ടുവന്നത് എന്നർത്ഥം. അത് ദോഷമാവാം ഗുണമാവാം. അത് തീർക്കാനാണ് ഒരാൾ വീണ്ടും ജന്മമെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള സഹജവാസനകൾക്കനുസരിച്ച് വരുന്നതായ കർമ്മത്തെ കർത്തവ്യകർമ്മമായി കണ്ട് ആചരിക്കുക. നാം കൂടെ കൊണ്ടുവരുന്നതും ഇവിടെ വന്ന ശേഷം ആർജിക്കുന്നതുമായ വാസനകൾക്ക് തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. പുതിയ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകരുത്. സഹജവാസനകൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. വാസനകളെ ക്ഷയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പുതിയതിനെ ആർജിച്ചെടുക്കുകയല്ല വേണ്ടത്. ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന അഭിമാനത്തോടെ കർമ്മങ്ങൾ ചെയ്താൽ അത് പുതിയ വാസനകളെ സൃഷ്ടിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ദോഷകരങ്ങളുമാവും. നമ്മിൽ ആത്മവിചാരത്തിന് ദൃഢത കൂടുന്തോറും ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്ന അഹങ്കാരം ചുരുങ്ങി വരും. അഹങ്കാരമില്ലാതെ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ട് വാസനകളെ ക്ഷയിപ്പിക്കണം. ഹരി ഓം തത്സത്.